തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, അണ്ടർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ വളരെയേറെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള 4-5 ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന വീഡിയോകളും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വീഡിയോകളും യൂട്യൂബ് ഹിസ്റ്ററി ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഇത്തരം ഹിസ്റ്ററികൾ മറ്റുള്ളവർ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരാൾ ലോഗിൻ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ വാച്ചിങ് ഹിസ്റ്ററികളും മറ്റും അതുപോലെ ബ്രൗസിങ് ഹിസ്റ്ററികളും അവർക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ പ്രൈവസിയെ ബാധിച്ചെന്ന് വരാം. അതുകൊണ്ട് ഇത്തരം ഹിസ്റ്ററികൾ ഇല്ലാതെ, അതായത് വാച്ചിങ് ഹിസ്റ്ററികളോ അല്ലെങ്കിൽ ബ്രൗസിങ് ഹിസ്റ്ററി ഇല്ലാതെ നമുക്ക് എങ്ങനെ യൂട്യൂബ് വീഡിയോ കാണാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ഹിസ്റ്ററികളും, നിങ്ങളുടെ ഫോണിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഹിസ്റ്ററികളും അത് ക്ലിയർ ആയി പോകും, അത് എറേസ് ആയി പോകും. അതുപോലെ തന്നെ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സെർച്ച് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി, നിങ്ങൾ ഏതൊക്കെ വീഡിയോസുകളാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് അതും ക്ലിയർ ആയിക്കും. ഇനി നിങ്ങൾ വാച്ച് ചെയ്യുന്ന വീഡിയോസുകളുടെ ഹിസ്റ്ററി, അതായത് വാച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററികളും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ചെന്നാൽ മതിയാവും. ഇത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വീഡിയോസുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോഴോ അതിൻ്റെ ഹിസ്റ്ററി യൂട്യൂബിൽ ശേഖരിക്കുകയില്ല. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഡേറ്റ സേവിംഗ് ആണ്. യൂട്യൂബിൽ കൂടി വീഡിയോ കാണുമ്പോഴാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഡേറ്റാസ് നഷ്ടപ്പെടുന്നത്. ഡേറ്റാസ് നഷ്ടം കൂടാതെ, അതായത് കുറഞ്ഞ ഡേറ്റയിൽ തന്നെ നമുക്ക് വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ആ വീഡിയോയുടെ പ്രോഗ്രസീവ് റേറ്റ് കുറച്ച് കണ്ടാൽ മതിയാവും. ആ വീഡിയോയുടെ പ്രോഗ്രസീവ് റേറ്റ് കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോയുടെ സൈഡിലായിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് കുറഞ്ഞ പ്രോഗ്രസ് 144 മറ്റോ അല്ലെങ്കിൽ കുറച്ച് 240 മറ്റോ നിങ്ങൾ പ്രോഗ്രസീവ് റേറ്റ് നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇന്റർനെറ്റ് ഡേറ്റയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ പ്രോഗ്രസീവിൽ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ധാരാളം ഡേറ്റ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സ്പീഡ് കുറഞ്ഞ സമയങ്ങളും അല്ലെങ്കിൽ 2Gയിലോ 3Gയിലോ ഒക്കെ, അതായത് ഇന്റർനെറ്റ് സ്പീഡ് കുറഞ്ഞ കണക്ഷൻ യൂസ് ചെയ്യുന്നവരും ഇതേപോലെ പ്രോഗ്രസീവ് റേറ്റ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ബഫറിംഗ് ഇല്ലാതെ തന്നെ വീഡിയോ കാണുവാൻ സാധിക്കും. ഇന്റർനെറ്റ് ഡേറ്റ ലാഭിക്കാനും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കട്ടാവാതെ കാണുവാനും, അതായത് ബഫറിംഗ് ഇല്ലാതെ കാണുവാനും ഈ ടിപ്സ് നിങ്ങൾക്ക് സഹായകരമാകും. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ, അതായത് ഓഫ്ലൈനിൽ വീഡിയോ കാണുന്നതിനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ അത്തരം വീഡിയോകൾ നിങ്ങളുടെ ഇന്റർണൽ മെമ്മറി സ്പേസിൽ വന്നു കയറുകയും അത് നിങ്ങളുടെ ഇന്റർണൽ മെമ്മറി സ്പേസിന്റെ സ്പേസ് കുറയ്ക്കുകയും ചെയ്യും. അതിൽ നിന്നും നമ്മുടെ ഇത്തരം ഡൗൺലോഡ്, അതായത് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് SD കാർഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു നിങ്ങളുടെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴെയായിട്ട് യൂസ് SD കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെയായിട്ട് അത് എനേബിൾ ചെയ്യുക. ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ, അതായത് ഓഫ്ലൈനിൽ വീഡിയോ കാണുന്നതിനായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങളുടെ SD കാർഡിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ മെമ്മറി സ്പേസിൽ പോവാതെ ആ സ്റ്റോറേജ് ലാഭിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, അതായത് നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ പ്ലേബാക്ക് സ്പീഡാണ്. നമ്മൾ ചിലരുടെ വീഡിയോസുകൾ വളരെ സ്പീഡായിട്ടായിരിക്കും പോകുക. അത്തരം വീഡിയോകൾ സ്പീഡായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ പറയുന്ന കണ്ടന്റുകളൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അത്തരം സ്പീഡ് കൂടിയ വീഡിയോസുകൾ നമുക്ക് സ്പീഡ് കുറച്ച് അതിൻ്റെ കണ്ടന്റുകൾ മനസ്സിലാക്കി വളരെ സ്പീഡ് കുറച്ച് നമുക്ക് കാണുന്നതിനും മറ്റുമായിട്ടുള്ള ഒരു ടിപ്സാണത്. അതുപോലെ തന്നെ നമുക്ക് ചില വീഡിയോകൾ വളരെ സ്പീഡ് വളരെ കുറവായിരിക്കും. അത്തരം വീഡിയോകൾ നമുക്ക് സ്പീഡ് കൂട്ടി കാണുന്നതിനും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങൾ സ്പീഡ് കൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് പ്ലേബാക്ക് സ്പീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് 0.75x മറ്റുമൊക്കെ മാറ്റുകയാണെങ്കിൽ നല്ല ഒരു സ്പീഡ്, വളരെ കുറഞ്ഞ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്നാൽ കുറച്ചും കൂടി സ്പീഡായിട്ട് നിങ്ങൾ ചില വീഡിയോകൾ വളരെ സ്പീഡ് കുറവായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേബാക്ക് സ്പീഡ് 1.25x നിങ്ങൾക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റിക്കാൻ കുറച്ചും കൂടി സ്പീഡായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ സാധിക്കും. കൂടുതൽ സ്പീഡ് കൂട്ടിയാലും കൂടുതൽ സ്പീഡ് കുറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും.
അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, അതായത് അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വാച്ച് ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് ചില വീഡിയോസുകൾ നമ്മൾ കാണുമ്പോൾ, അതായത് ചില വീഡിയോസുകൾ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീഡിയോസുകൾ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ അത് കാണാനുള്ള സമയമോ അല്ലെന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ഡേറ്റയോ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആ വീഡിയോ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കാണത്തക്ക രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണാൻ ഇഷ്ടം, ആ വീഡിയോ സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ടു വാച്ച് ലേറ്റർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് ടു, അതായത് നിങ്ങളുടെ വാച്ച് ലേറ്റർ എന്നുള്ള ഓപ്ഷനിൽ അത് സേവ് ആയി കാണും. നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി, അതായത് ഏറ്റവും താഴെയായിട്ട് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് വാച്ച് ലേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ, അതായത് നിങ്ങൾക്ക് പിന്നീട് കാണാത്തക്ക രീതിയിൽ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുവഴി ആ വീഡിയോ കാണുവാനും സാധിക്കും, എപ്പോൾ വേണമെങ്കിലും കാണുവാൻ സാധിക്കും. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇതിൽ വഴി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.